എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? ഇത് തീർന്നില്ലേ? ഒരു ക്ഷമാപണം വീഡിയോ ആയിട്ട് RJ അഞ്ജലി വന്നിരിക്കുകയാണ് ഗൈസ്. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മനസ്സിലാവുമല്ലോ, കാരണം അജാതി തെറിവിളിയാണ് ഗൈസ്. പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കാത്ത തരത്തിലുള്ള തെറിവിളിയാണ് കമന്റ് സെക്ഷനിൽ ഇവർ കിട്ടിക്കൊണ്ടിരുന്നത്. എന്തൊക്കെ കമന്റ് വന്നത്? എന്തിവിടെ നിന്റെ ഐഡിയ അല്ലേ? നീയും പറഞ്ഞില്ലേ? എപ്പോ എപ്പേന്നാ? ആ നോയിക്കോ, സൈബർ തെല്ലേര് വരും. തെറിവിളിയുടെ അഭിഷേകമുള്ള എന്റെ അമ്മേ. അല്ല, താങ്കൾ ഒറ്റയ്ക്കല്ലോ ആ ഒരു പ്രാങ്ക് ചെയ്തത്. മറ്റേ കൊച്ചിനെയും കൂടെ വിളി, അതിനെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ക്ഷമ ചോദിക്കും. ആ പെങ്കൊച്ചാണ് ആ ഒരു ഡയലോഗ് അടിച്ചത്. ഒന്നുകൂടെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പിന്നെയും വിളിച്ചത്. ഇദ്ദേഹത്തെക്കാൾ കടുപ്പത്തിൽ മന്ത്രിയെ പച്ചത്തെറി വിളിച്ചത് ഇയാളാണ്. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ പട്ടി. ഓപ്പോസിറ്റ് എന്ന സ്ത്രീ കോള് കട്ട് ചെയ്തിട്ട് പോയി. നിങ്ങൾ രണ്ടാമത് വിളിച്ചപ്പോഴും എടുത്തില്ല. വേറെ വല്ലതും ആയിരുന്നെങ്കിൽ നിന്നെ ആർക്ക് വേണം? വലിങ്ങേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തൂറി എറിയും നിന്നെ. തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. പക്ഷെ ഇവിടം കൊണ്ടൊന്നും ആളുകൾ നിർത്തിയില്ല ഗൈസ്. മാപ്പ് പറഞ്ഞ് വന്നിട്ടും തെറിവിളിക്ക് ഒരു കുറവുമില്ല. അങ്ങനെ ചേച്ചിയുടെ ആദ്യത്തെ മെഴുകലും ഏറ്റില്ല. അങ്ങനെ ഞാൻ ഇന്നലെ നടുറോട്ടിൽ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. മാപ്പ്. ഹലോ, നമസ്കാരം. ഞാൻ നിരഞ്ജന. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. ദയവേത് കളിയാക്കരുത്. ഐ എം സോറി ഫോർ എവരിതിങ്. ഇനി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്.